Hello, welcome back and welcome to my channel. This is ഹിബ ജാഫർ സ്റ്റോറീസ്. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു പനിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. സോ ഇന്നലെ വരെ ഞാൻ നല്ല പനിച്ച് കിടക്കായിരുന്നു. ഇന്നൊന്ന് ഓക്കെ ആയി. അപ്പോൾ ഐ തോട്ട് ഒരു മോർണിംഗ് ഇൻ മൈ ലൈഫ് എടുത്താലോ. ഈ കിടക്കുന്ന ആൾക്ക് പനിയാണ് കേട്ടോ. സോ രാവിലെ എണീറ്റ് ആസ് യൂഷ്വൽ നമ്മളുടെ ചെറിയ ചെറിയ പരിപാടികളുണ്ടല്ലോ, പുറത്തേക്ക് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന പരിപാടിയൊക്കെ. ഇവിടെ നല്ല തണുപ്പാണ്. രാവിലെ തന്നെ ഒരു 11, 12, 13 ഒക്കെയാണ്. ഇനി അങ്ങോട്ട് പോകെ പോകെ നല്ല തണുക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. തണുപ്പടിച്ച പനി വരുന്ന എനിക്ക് അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും എന്നറിയില്ല. ദെൻ നമ്മൾ നേരെ രാവിലത്തെ പണികളിലേക്ക് കടക്കുകയാണ്. സോ കിച്ചണിൽ പോയി രാവിലെ തന്നെ നമ്മുടെ ആദ്യത്തെ പണി ചായ ഇട്ട് കുടിക്കലാണല്ലോ. സോ അതിനുവേണ്ട പ്രിപ്പറേഷൻസ് തുടങ്ങി. ഞാൻ ആക്ച്വലി ഒന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇന്നലെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓക്കെ ആയി വരുന്നു. ഇന്നലെ മെഡിക്കൽ എടുക്കാനൊക്കെ പോയി വന്നു. രാത്രി നല്ല പനിയായിരുന്നു. രാത്രി എന്നല്ല, രാവിലെ തൊട്ട് പനിയായിരുന്നു. എല്ലാം ഒന്ന് സെറ്റായി വരുന്നു. 3-4 ദിവസത്തെ പനിക്ക് ശേഷം ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഞാനല്ല, ഇക്ക പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്ക അവിടുന്ന് പൊരിയൊക്കെ കണ്ടപ്പോൾ വാങ്ങിയിട്ട് വന്നു. പിന്നെ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വാങ്ങി. പിന്നെ അരിയായിരുന്നു. സോ ഞാനിപ്പോൾ അത് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി വെച്ചു. ദെൻ നമ്മളുടെ പഞ്ചസാര റീഫിൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് റീഫിൽ ചെയ്യായിരുന്നു. നമ്മളുടെ കേരളത്തിലത്തെ ലൈഫ് പോലെയല്ല ഇവിടെ. നല്ല വ്യത്യാസമുണ്ട്. അതിവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ഇനി വരാനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ദെൻ നമ്മൾ കെറ്റിലെ വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബേസിക്കലി കട്ടൻ കുടിക്കുന്ന ഒരാളാണ്. സോ നമ്മളുടെ ചായ പ്രിപ്പറേഷൻസ് ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെയാണ്. അല്ലെങ്കിൽ മാനുവലി നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ചെയ്യും. ഞാൻ ഇക്ക പോയി ഞാൻ മാത്രമേ ഉള്ളെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് കട്ടനിട്ട് കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ചായ ഒന്ന് ജസ്റ്റ് ചൂടാറാൻ വേണ്ടിയിട്ട്, എനിക്ക് ചൂടോടെ കുടിക്കുന്ന ഇഷ്ടം, പക്ഷെ തിളച്ച ചായ കുടിക്കില്ല. അപ്പോൾ അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് നമ്മൾ രാവിലേക്ക് വേണ്ട ദോശ. ഇവിടെ ഞാൻ വന്നതിന് ശേഷം ദോശ മാവരച്ചുണ്ടാക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. ഇതാണ് ഇപ്പോൾ എൻ്റെ പ്ലാന്. ഞാനിങ്ങനെയാണ് ചെയ്യലിപ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുമായിരുന്നു. നമ്മളിങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ച മാവ് ഉപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി ഫ്രിഡ്ജിൽ ഇരുന്നാലേ, അപ്പോൾ ഒന്ന് സെറ്റാവാൻ വെച്ചിട്ട് നമ്മുടെ ഒരു മീ ടൈം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഇവിടെ സമയം 6:35. ഏകദേശം ഇവിടുത്തെ ഒരു ഈ ടൈം 6:35 ഇവിടുത്തെ വെതറൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. 14 ഡിഗ്രിയാണ്. എനിക്കിതൊരു തണുപ്പാണ്. ദെൻ കുറച്ച് ഷോർട്ട് വീഡിയോസൊക്കെ കാണാമെന്ന് വിചാരിച്ചു ഇങ്ങനെ എടുത്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ഓൾഡ് മീൻസ് ഞാൻ കണ്ട വീഡിയോസ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ മോൾ എണീറ്റ് വന്നു. നല്ല തുമ്മലും ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾക്ക്. സോ മരുന്നൊക്കെ കൊടുക്കണമെങ്കിൽ ആദ്യം ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പം ഞാൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. നമ്മൾ വരുന്ന സമയത്ത് തന്നെ ഡോക്ടറോട്, നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളിപ്പോൾ വിസിറ്റിനാണ് ഇവിടെ. അപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നല്ല അതായത് ഇവിടുത്തെ 250-200 എന്നൊക്കെ പറയുമ്പോൾ നാട്ടിൽ ഒരു 5000 അടുത്തൊക്കെ വരും. അപ്പോൾ അതൊക്കെയാണ് കൺസൾട്ടേഷൻ. പിന്നെ മരുന്നിന് എക്സ്ട്രാ ചാർജൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ തൽക്കാലം ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങിയിട്ട് വരിക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറിനെ വിളിക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇഡ്ഡലിയൊക്കെ വെച്ച് വന്നു. ഞാൻ ബെഡൊന്ന് മേക്ക് ചെയ്തിടാൻ വിചാരിച്ചു. ആൾ കുറച്ച് നേരം ഇങ്ങനെ ടാബിലൊക്കെ ഐപാഡിൽ ഇരുന്നോളും. അപ്പോൾ അത് കാരണം ഒരുപാട് നമുക്ക് ബെഡ് മേക്ക് ചെയ്യാനൊന്നും പറ്റില്ല. സോ ജസ്റ്റ് ഒന്ന് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി ഒന്ന് ബെഡ് തട്ടിക്കുടഞ്ഞ്, അപ്പോൾ അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്തെ കാഴ്ചകൾ വളരെ മോശമായ കാഴ്ചകളാണ്. ബിൽഡിങ്ങുകളാണ് ചുറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ മരുന്നൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവൾക്ക് പറഞ്ഞിട്ടുള്ള മരുന്നുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു. ഡോക്ടർ ഏത് മരുന്നാണ് പറയാമെന്നറിയില്ലല്ലോ. സോ ഡോക്ടറിനെ വിളിക്കുമ്പോൾ അത് മാത്രം എടുത്തു വെക്കുക എന്നുള്ളതിൽ എല്ലാ മരുന്നും ഞാൻ എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ എനിക്ക് വേണ്ട മെഡിസിൻസും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ മെഡിസിൻസ് വെച്ചിട്ടാണ് എൻ്റെ ഈ അസുഖം ഇപ്പോൾ ഒന്ന് ഭേദമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 7:05. അപ്പോൾ നമുക്ക് ഡോക്ടറിനെ വിളിക്കണം. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടർ പറയുന്ന രീതിക്കുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുമോ. നമുക്ക് ഓൾറെഡി അറിയാം
ഈ കഫക്കെട്ട് വരുമ്പോൾ എന്താ കൊടുക്കേണ്ടത്, തുമ്മൽ വരുമ്പോൾ അലർജിക്ക് ഏതാ മരുന്ന്, സ്ഥിരം മരുന്നുകളാണ് ഒരു പ്രായം വരെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു പ്രായം വരെയുള്ള കുട്ടികളുമായിട്ട് നമുക്ക് അറിയുന്നുണ്ട്. സ്റ്റിൽ ഞാൻ ഡോക്ടറോട് ചോദിക്കാതെ മരുന്ന് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറിനെ വിളിച്ച് സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞ മെഡിസിൻസ് മാത്രം പുറത്ത് വെച്ചിട്ട് ഞാൻ ബാക്കിയെല്ലാം എടുത്തു വെച്ചു. ദെൻ നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടി കുറച്ച് ചട്നി അരയ്ക്കാമെന്ന് വിചാരിച്ചു. സോ ചട്നി അരച്ചു, ഫുഡൊക്കെ സെറ്റാക്കി ടേബിളിൽ കൊണ്ടുവന്നിരുത്തി. ആദ്യത്തെ പണിയെന്ന് പറയുന്നത് മോൾക്ക് കൊടുക്കലാണ്. കാരണം അവൾക്ക് വയ്യ, അവൾക്ക് മെഡിസിൻ കൊടുത്തേ പറ്റൂ. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ മോളുടെ കാര്യമാകുമ്പോൾ. ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വില കൊടുത്ത് നമ്മൾ പൈസ കൊടുത്ത് ഡോക്ടറെ കാണിച്ച് ഇരിക്കുകയുള്ളൂ. ഇപ്പോൾ ലൈറ്റായിട്ടൊരു പനിയാണ്. അപ്പോൾ ദെൻ ഞാൻ കുളിപ്പിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അരക്കഞ്ഞിപ്പിട്ട് കഴുകി കൊടുത്തോളം ഉറക്കി. ദെൻ വീട്ടിലത്തെ രാവിലത്തെ അടിച്ചു തുടക്കൽ കാര്യങ്ങളൊക്കെ വേഗം വേഗം ചെയ്യാൻ വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കുറേ അലക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ 2 days ആയിട്ട് ഞാൻ വയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ അലക്കാനിട്ടു, തുടച്ച് വൃത്തിയാക്കി, അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് മീ ടൈം ആസ്വദിക്കാമെന്ന് വിചാരിക്കും. അപ്പം ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോസ് എടുത്ത് കഴിഞ്ഞ് കുറച്ച് എഡിറ്റും കാര്യങ്ങളും എൻ്റെ യൂട്യൂബ് നോക്കലും അങ്ങനത്തെ പണിക്ക് വേണ്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ആയിരുന്നു ഇത്. അതുകൊണ്ട് ഞാനിതിപ്പോൾ ഇവിടെ സമയം 9:45 ഞാൻ സെയിം ടൈം വോയിസ് ഓവർ കൊടുത്തിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഇതാക്കി എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് അനലൈസ് ചെയ്തു. ഏതെങ്കിലും റിപ്ലൈ കൊടുക്കാത്ത കമൻറ്റ്സ് ഉണ്ടോ, ഒരുപാട് കമൻറ്റ്സ് ഒന്നും വരലില്ല, എന്നാലും വരുന്ന കമൻറ്റ്സ് ഏതെങ്കിലും റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ടോ കാര്യങ്ങളൊക്കെ നോക്കി ചെക്ക് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. സോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.